ഗുരുദേവ ശിഷ്യൻ പണ്ഡിത ജഗദീശ്വരാനന്ദ സ്വാമികളുടെ സമാധി ദിനമാണ് സെപ്റ്റംബർ മാസം 14-ാം തീയതി. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഗുരുദേവ ഭക്തന്മാർ ജഗദീശ്വരാനന്ദ സ്വാമിയുടെ സമാധി ദിനത്തിൽ സെപ്റ്റംബർ 14-ന് പ്രാർത്ഥനാ യോഗങ്ങൾ ചേരുന്നതും അനുസ്മരണ യോഗങ്ങൾ ചേരുന്നതുമൊക്കെ നന്നായിരിക്കുമെന്ന് ഈ അവസരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഗുരുദേവ ശിഷ്യന്മാരിൽ ഏറ്റവും പണ്ഡിതനായ മഹാത്മാവായിരുന്നു ജഗദീശ്വരാനന്ദ സ്വാമി. ആദ്യം ചൈതന്യസ്വാമികളുടെ കൂടെ നിന്ന് പഠിക്കുകയും നമ്മുടെ പരമ്പരയിൽ പണ്ഡിതന്മാരായ സന്യാസിമാരുണ്ടാകണമെന്ന് ആലോചിച്ച് കുമാരൻ എന്ന കുട്ടിയെ ചൈതന്യസ്വാമികൾ വടക്കേ ഇന്ത്യക്ക് അയക്കുകയും വടക്കേ ഇന്ത്യയിൽ അദ്ദേഹം പല മഹാപുരുഷന്മാരുമായി ചേർന്ന് പഠിച്ച് അവിടുത്തെ വിദ്വത് സദസ്സ് അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് വിദ്വാൻമാർ പണ്ഡിതൻ എന്ന് പേര് നൽകി പണ്ഡിത ജഗദീശ്വരാനന്ദ സ്വാമിയായി. നമ്മുടെ പരമ്പരയിൽ സമർത്ഥന്മാരായ പണ്ഡിതന്മാരായ സന്യാസിമാരുണ്ടാകണമെന്ന ചൈതന്യസ്വാമികളുടെ ആ വാക്ക് സ്മരിച്ച് വടക്കേണ്ടിയിലുള്ള വലിയ ആചാര്യ പദവികളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വന്ന് ശിവഗിരി മഠത്തിൽ താമസിച്ച് ശിവഗിരി മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ഗുരുദേവൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുമ്പോൾ ജഗദീശ്വരാനന്ദ സ്വാമിയാണ് ജനറൽ സെക്രട്ടറി ആയത്. ഗുരുദേവൻ്റെ മുനിചര്യാപഞ്ചകം എന്ന കൃതിക്ക് 5 പദ്യങ്ങൾക്ക് 5 പുസ്തകങ്ങളായി അദ്ദേഹം വ്യാഖ്യാനം എഴുതി. നമ്മുടെ ഭാഗ്യക്കുറവുണ്ട് അത് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചില്ല, നഷ്ടമായിപ്പോയി. മഹാപണ്ഡിതനായ ജഗദീശ്വരാനന്ദ സ്വാമികളെ വടക്കേ ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാം കിണഞ്ഞ് ശ്രമിച്ചു. വലിയ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് അവിടെ വാഗ്ദാനം ചെയ്തു. പക്ഷെ അതൊന്നും അദ്ദേഹം സ്വീകരിക്കാതെ ഗുരുദേവനിൽ ശരണാഗതനായി സർവാർപ്പണം ചെയ്ത് 1962 സെപ്റ്റംബർ മാസം 14-ാം തീയതി പെരുങ്ങോട്ടുകരയിലെ ശ്രീനാരായണ ആശ്രമത്തിൽ വെച്ച് അദ്ദേഹം സമാധി പ്രാപിച്ചു. ആ മഹാത്മാവിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കേരളത്തിലെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ വലിയ ആചാര്യനായിരുന്നു ആഗമാനന്ദ സ്വാമികൾ. മഹാപണ്ഡിതനായിരുന്ന ആഗമാനന്ദ സ്വാമികളെ കാശിയിൽ വെച്ച് ബ്രഹ്മസൂത്രം ഭാഷ്യത്തോടു കൂടി പഠിപ്പിച്ചത് പണ്ഡിത ജഗദീശ്വരാനന്ദ സ്വാമികളാണ്. അങ്ങനെ ഗുരുദേവ ശിഷ്യ പരമ്പരയിൽ മഹാപണ്ഡിതനായി പ്രകാശിച്ച ആ മഹാത്മാവിനെ സംബന്ധിച്ച് ഞാൻ ചൈതന്യസ്വാമികളുടെ ജീവിത ചരിത്രം എഴുതിയപ്പോൾ അതിൽ ചൈതന്യസ്വാമികൾ ഈ ജഗദീശ്വരാനന്ദ സ്വാമികളുടെ ചരിത്രവും കുറേയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചു പഠിച്ച് ഈ മഹാത്മാക്കളോടുള്ള നമ്മുടെ ഭക്തിയും ശ്രദ്ധയും ആദരവും പുലർത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സ്വാമിയുടെ ദീപ്തസ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. നമോ വാഗം.